മേഡം, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ കുട്ടികൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ നമ്മൾ ഈ കുട്ടികൾക്ക് PCOD ഇഷ്യൂസ് വരുന്നത്? ഈ PCOD മെയിനായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ അസുഖമാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി വന്ന ഭക്ഷണ രീതി ഒരു ഭയങ്കര വലിയ ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു വീക്കെൻഡ് ആവും അല്ലെങ്കിൽ സൺഡേ ആകുമ്പോൾ കുട്ടികൾക്ക് പുറത്ത് പോകണം, മന്തി കഴിക്കണം, അല്ലെങ്കിൽ പിസ്സയോ ബർഗറോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹൈ കാലറി ഉള്ള വല്ല ഷേക്കോ അല്ലെങ്കിൽ ഐസ്ക്രീംസോ അവർക്ക് വേണം. അപ്പോൾ അവരെ വാശിയിൽ പാരൻസ് അങ്ങനെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ PCOD വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. ഇപ്പോൾ സ്കൂൾ വിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് അധികം അവർ എന്താ ചെയ്യുക, വൈകുന്നേരങ്ങളിലാണെങ്കിൽ വന്ന ഉടനെ തന്നെ ഫോണോ TV യൂസ് ചെയ്യുക, അവരങ്ങനെ കിടക്കുക. അതല്ലേ നമ്മൾ സാധാരണ കാണുന്നത്. അപ്പം മുന്നത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അറിയില്ലേ, ചെറുപ്പത്തിൽ കാലത്തൊക്കെ നമ്മൾ പുറത്തു പോയി കളിച്ചിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫോണിൽ അത് അവരുടെ ആ കൾച്ചറിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അടുത്തൊന്നാണെങ്കിൽ സ്ട്രെസ്സ്. അവർക്ക് പഠിക്കാനുള്ള അത്രയും ഭാരം കയറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സും കോളേജിലെ സ്ട്രെസ്സൊക്കെ, അതേപോലെ ഇപ്പം ജോലി ചെയ്യുന്ന ചെറിയ പെൺകുട്ടികൾ 24 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തന്നെയാണെങ്കിൽ അവരുടെ ജോലി ഭാരത്തിൻ്റെ സ്ട്രെസ്സൊക്കെ അവരുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നത്. അതേപോലത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു 6 മാസം ആകുമ്പോൾ ഫുഡ് കൊടുക്കുന്നതിന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാം. അതായത് ഇത് രാഗിപ്പൊടിയോ എന്തെങ്കിലും കായയുടെ പൊടി എന്തെങ്കിലും ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ അതൊരു പ്ലാസ്റ്റിക് ബാഗിലുള്ള എല്ലാം പ്ലാസ്റ്റിക് ഒരു കുട്ടികളായി മാറുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എക്സ്പോഷർ തന്നെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൽ വരെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.